ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നേന്ത്രപ്പഴവും ഗോതമ്പ് പൊടിയും കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് മധുരമുള്ള സ്നാക്സാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു സ്നാക്കിലേക്ക് ഞാനിവിടെ 3/4 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും കുറച്ച് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ്, അതും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കയും പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയാണ് മധുരത്തിന് ചേർക്കുന്നത്. നിങ്ങൾക്ക് ശർക്കരയാണെങ്കിൽ ശർക്കരപ്പാനി ഉണ്ടാക്കിയിട്ട് അത് ചേർത്താലും മതി കേട്ടോ, കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് കിട്ടണമെങ്കിൽ. അപ്പം നല്ല മധുരമുള്ള പഴമായതുകൊണ്ട് തന്നെ 2 വലിയ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത്. അപ്പോൾ നല്ലൊരു ഫ്ലേവറിന് 2 ഏലക്കയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. കാരണം ഞാനിപ്പോൾ ഇതുപോലെ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ആദ്യം 3/4 കപ്പ് ഗോതമ്പ് പൊടി എടുത്തതിൽ 3 ടേബിൾ സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള ഗോതമ്പ് പൊടിയില്ലേ, അത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയില്ലാതെ മിക്സ് ചെയ്യട്ടോ. ഇത് മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ടിട്ട് കറക്കിയെടുക്കുകയാണെങ്കിൽ മാവ് നല്ല പോലെ തിക്കായി പോവും. മിക്സിയുടെ ജാറ് കംപ്ലൈൻ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ സ്നാക്ക് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ റെഡിയാക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് വെക്കുകയാണെങ്കിൽ മാവ് ഒന്നുകൂടെ സോഫ്റ്റായിട്ട് കിട്ടും. എന്നിട്ട് നല്ല പോലെ എണ്ണ ചൂടാക്കി എടുത്തിട്ട് സ്പൂൺ കൊണ്ട് ഇതുപോലെ എണ്ണയിലേക്ക് കോരിയിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നല്ല പോലെ ചൂടാക്കിയിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. നേന്ത്രപ്പഴവും പിന്നെ പഞ്ചസാരയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ചെറുതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉൾഭാഗം വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. കണ്ടോ, നമ്മുടെ ഈ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും, നല്ല പഞ്ഞി പോലെ സോഫ്റ്റാണ്. കഴിക്കാനും അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്